ഇന്നലെ പ്രതികരിച്ചിരുന്നു, കണ്ടിരുന്നു. പക്ഷേ എന്നാൽ കൂടിയും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇന്ന് അദ്ദേഹം ആദ്യമായി MLA എത്തിയ സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത്. എന്താണ് ഓർമ്മകളിൽ വരുന്നത്? VS ദീർഘകാലം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും MLA ആയും തിരുവനന്തപുരത്ത് പ്രവർത്തന കേന്ദ്രമായി കേന്ദ്രീകരിച്ച് നിന്നതിൻ്റെ സ്മരണ ഉയർത്തിപ്പിടിക്കാൻ കഴിയും വിധത്തിലാണ് സർക്കാർ അദ്ദേഹത്തിന് വിട നൽകുമ്പോൾ ദർബാർ ഹാളിൽ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനുള്ള സൗകര്യമുണ്ടാക്കിയത്. VSന് പകരം VSേ ഉള്ളൂ, മറ്റൊരാളില്ല. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സംഘടനാബോധവും സമരത്തിൻ്റെ കരുത്തും ഉണ്ടാക്കി കൊടുത്ത മഹാൻ. കയറുതൊഴിലാളിയായി ജീവിതം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ നാളുകളിൽ രൂപപ്പെട്ടത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്. അത് അന്ത്യം വരെ തുടർന്നു. അനീതിക്കെതിരെ അദ്ദേഹം ഒരു പടവാളാണ്. അധർമ്മത്തിനെതിരെ അദ്ദേഹം ഒരു പോരാളിയാണ്. നിസ്വവർഗത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ നാളുകളും ചെലവഴിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആഗോളവൽക്കരണത്തിന് ഒരു ബദൽ നയം ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയത്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്നത്തെ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ, ജനദ്രോഹ നടപടികളെ, അഴിമതികളെ തുറന്നു കാട്ടിയത്. തീർച്ചയായും VS ഇന്നൊരു ഓർമ്മ മാത്രമാവുകയാണ്. അദ്ദേഹത്തെ മലയാളികൾ എല്ലാ കാലത്തും ഓർക്കുക തന്നെ ചെയ്യും.